ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടുകാരെയും വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇവിടെ ഖത്തറിൽ കിട്ടുന്ന ലോക്കൽ സീബ്രീം ഉപയോഗിച്ചാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത്. സീബ്രീമിൻ്റെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല. നെയ്യുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിനുപയോഗിക്കാം. ഫസ്റ്റ് മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ദാ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 2-3 മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി കളർ ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കുന്നത് വരെ കവർ ചെയ്ത് വെക്കാം. ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് പച്ചമാങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമാങ്ങ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി കുറവായതുകൊണ്ടാണ് 2 പച്ചമാങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 പച്ചമാങ്ങ മതിയാകും. മാങ്ങയും മീനുമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് നന്നായി തിളക്കുമ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മാങ്ങയും മീനും ഒരേപോലെ എല്ലാ ഭാഗവും കുക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത്. 5 മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം.
ഏകദേശം 1-2 മിനിറ്റ് ഇതുപോലെ കവർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ മാങ്ങയും മീനും 1/4 ഭാഗം കുക്കായി കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ കറി ഒന്ന് നന്നായി ചുറ്റിച്ചെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇനി 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് കുറുകി വരണം. ഇപ്പോൾ കണ്ടോ, കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി വിതറി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് 15 മിനിറ്റെങ്കിലും കവർ ചെയ്ത് വെക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി നെയ്യ് തെളിഞ്ഞ നല്ല പെർഫെക്റ്റ് മീൻകറി റെഡിയായി കിട്ടും. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് കുറുകിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി ഉണ്ടാക്കിയ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. മീനിൽ ഉപ്പും പുളിയും നന്നായി പിടിക്കുന്നതിന് ഇത് സഹായിക്കും. ഇപ്പോൾ മീൻകറി റെഡിയായിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. കണ്ടോ, മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.